പ്രിയമുള്ള സുഹൃത്തുക്കളെ, ഇതുവരെ വേണുസാറെ പറ്റി പറഞ്ഞ എല്ലാ കാര്യങ്ങളും നമ്മളെ സംബന്ധിച്ചിടത്തോളം നമുക്ക് തുടർന്ന് ചെയ്യാനുള്ള കാര്യങ്ങളാണ്. വേണുസാറിൻ്റെ കൂടെ ഏറ്റവും അവസാനം PhD സമർപ്പിച്ച ഒരു വിദ്യാർത്ഥിയാണ് ഞാൻ. 91 ഞാൻ MAക്ക് കാലിക്കറ്റ് യൂണിവേഴ്സിറ്റി മലയാള വിഭാഗത്തിൽ ചേരുന്നത്. അതിനുശേഷം MPhilലും മാഷിൻ്റെ കൂടെയാണ് ചെയ്തത്. PhD എന്നാൽ ഭാഷാശാസ്ത്രത്തിലല്ല, മാധവിക്കുട്ടിയുടെ ആത്മകഥകളിലാണ് ഞാൻ MPhil ചെയ്തത്. അതുപോലെ ആധുനിക മലയാള നോവലിലാണ് PhD ചെയ്തത്. ഇത്രയും കാലം മാഷിൻ്റെ കൂടെ വിദ്യാർത്ഥിയായി ഇരിക്കാൻ കഴിഞ്ഞു എന്നുള്ളതാണ് എന്നെ സംബന്ധിച്ചിടത്തോളം ജീവിതത്തിലെ വലിയൊരു ഭാഗ്യം. ജർമ്മനിയിലെ കൊളോൺ സർവകലാശാലയിൽ മാഷ് നിൽക്കുമ്പോൾ യഥാർത്ഥത്തിൽ മലയാളം വലിയൊരു ഭാഷയാവുകയായിരുന്നു. കേരളത്തിന് പുറത്തും ഇന്ത്യക്ക് പുറത്തും മലയാളത്തെ പ്രതിനിധീകരിച്ചുകൊണ്ട്, കാലിക്കറ്റ് യൂണിവേഴ്സിറ്റിയെ പ്രതിനിധീകരിച്ചുകൊണ്ട് മാഷ് പങ്കെടുക്കുമ്പം യഥാർത്ഥത്തിൽ മലയാളവും അതുപോലെ കാലിക്കറ്റ് യൂണിവേഴ്സിറ്റിയാണ് അതിൽ പങ്കെടുക്കുന്നത്. ആ അർത്ഥത്തിൽ വിശ്വപൗരൻ എന്നൊക്കെ വിശേഷിപ്പിക്കാവുന്ന ഞങ്ങളുടെ സ്വന്തം TBV എന്ന് ഞങ്ങൾ ടൈം ടേബിളിൽ എഴുതുന്ന ഇവിടെ കൂടിയിരിക്കുന്ന അതിന് പുറത്തുള്ള എല്ലാവരുടെയും അധ്യാപകനാണ് ഞാൻ. എനിക്ക് പ്രത്യേകമായി ഒരു കാര്യം പറയാനുള്ളത്, പലപ്പോഴും നമ്മൾ ഓരോരുത്തരെ കുറിച്ചും പറയുമ്പോൾ വ്യക്തിജീവിതത്തിൽ എങ്ങനെ എന്നുള്ളത് വളരെ പ്രധാനപ്പെട്ടതാണ്. മാഷ് എപ്പോഴും ചില കാര്യങ്ങളിൽ കർക്കശമായ നിലപാടുള്ള ഒരാളാണെന്ന് എനിക്കെപ്പോഴും തിരിച്ചറിയാൻ കഴിഞ്ഞിട്ടുണ്ട്. മാഷുടെ രൂപപ്പെടുത്തിയ ഉൾക്കൊള്ളൽ ദേശീയതയുടെ എല്ലാ മൂല്യബോധവും മാഷ് ജീവിതത്തിലുടനീളം സൂക്ഷിച്ചിട്ടുണ്ട്. അപ്പോൾ നമ്മൾ ചിലപ്പോൾ നമ്മുടെ വീടുകളിലേക്ക് ചെല്ലുമ്പോഴാണ് ചില മനുഷ്യരെ പൂർണ്ണമായും മനസ്സിലാക്കുക. ഞാൻ എൻ്റെ തീസിസിൻ്റെ കറക്ഷൻ സമയത്ത് മാഷിൻ്റെ കൂടെ ഇരുന്ന് ആണ് അത് പൂർണ്ണമായും മാഷ് നോക്കിയത്. ആ സമയത്ത് ടീച്ചർ എറണാകുളത്ത് കണ്ണൻ്റെ കൂടെ ആയിരുന്നു. മാഷ് എങ്ങനെയാണ് ആ ഒറ്റയ്ക്ക് ആ വീട്ടിൽ എല്ലാ കാര്യങ്ങളും മാനേജ് ചെയ്യുന്നത് എന്ന് നോക്കുമ്പോൾ നമുക്കറിയാം എത്രയോ കാലമായി മാഷ് അത് ചെയ്തത് കൊണ്ടാണ്. അല്ലാതെ ആ സമയത്ത് മാഷ് ചെയ്യും. മാഷ് കുറച്ച് കഴിയുമ്പോൾ ഇനി നമുക്കൊരു ചായ കുടിക്കാം എന്ന് പറയും. അപ്പം ഞാൻ ഉണ്ടാക്കാമെന്ന് തോന്നാറുണ്ട്. മാഷ് വെള്ളം സൂക്ഷിക്കുന്നത്, ആ വെള്ളം സൂക്ഷിക്കുന്ന പാത്രത്തിലൊരു കയ്യിലുണ്ട്. ഞാനെപ്പോഴും അത് വാങ്ങണമെന്ന് വിചാരിക്കാറുണ്ട്. ആ കയ്യിൽ കൊണ്ട് ചായപാത്രത്തിലേക്ക് വെള്ളം ഒഴിക്കുന്ന, അങ്ങനെ വളരെ കലാപരമായിട്ട് മാഷ് അടുക്കളയിൽ കാര്യങ്ങൾ ചെയ്യുന്നത് കാണും. അപ്പോഴൊക്കെ അതുപോലെ ഞാൻ നിരവധി സന്ദർഭങ്ങളിൽ മാഷുടെ വീട് ശ്രദ്ധിച്ചിട്ടുണ്ട്. അത്രയും ജനാധിപത്യപരമായി വീട്ടിൽ ഇടപെടുന്ന ഒരാൾ എന്നുള്ളത് എന്നെപ്പോലെ എൻ്റെ വിഷയവും അല്ല എൻ്റെ ജീവിതത്തിൽ ഞാൻ നിരന്തരം ചിന്തിക്കുന്ന ഒരു വിഷയവുമായതുകൊണ്ട് എനിക്ക് കൂടുതൽ പറയണമെന്നുണ്ട്. എന്നാലും അത് മാഷിൻ്റെ ജീവിതത്തെക്കുറിച്ച് അടിവരയിട്ട് പറയേണ്ടതാണ്. അതുപോലെ ഞങ്ങൾ MA ക്ലാസ്സിൽ എനിക്ക് MPhilന് റോമൻ യാക്കോബ്സൻ്റെ ലേഖനമാണ് മാഷ് എടുത്തത്. MAക്കൊക്കെ പഠിക്കുമ്പോൾ ഞങ്ങൾ വിചാരിക്കാറുണ്ട് മാഷ് ഒരു ദിവസം പോലും വളരെ അപൂർവമായിട്ടാണ് ലീവ് എടുത്തത്. എങ്ങനെയാണ് ഒരു സർവകലാശാലയിലെ അധ്യാപകൻ അവിടുത്തെ ക്ലാസ് കൈകാര്യം ചെയ്യേണ്ടത്? MPhilൻ്റെ MAയുടെ നോട്ട് നേരത്തെ അവിടെ പറഞ്ഞതുപോലെ ഞങ്ങളൊക്കെ എല്ലായ്പ്പോഴും സൂക്ഷിച്ചു വെക്കുന്നതാണ്. മാഷ് അവിടെ ഉണ്ടാവും, ക്ലാസ് ഉണ്ടോ മാഷ് ഉണ്ടാവും. MPhilന് റോമൻ യാക്കോബ്സൻ്റെ രചന മുഴുവൻ മാഷ് എനിക്ക് ക്ലാസ് എടുത്തിട്ടുണ്ട്. ഞാൻ 3 പേരാണ് എൻ്റെ കൂടെ ഉണ്ടായിരുന്നത്. അവസാനം ഞാൻ മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. എനിക്കൊരാൾക്ക് വേണ്ടി മാഷ് മുഴുവനായും അത് ക്ലാസ് എടുത്തിട്ടുണ്ട് എന്നുള്ളതാണ്. ബാക്കി കാര്യങ്ങൾ വോൾഫ്ഗാങ് ഐസറിൻ്റെ ലേഖനം ആർവിയോട് ചോദിച്ചാൽ മതി. രാജേന്ദ്ര മാഷ് നേരത്തെ എന്നെ പഠിപ്പിച്ചിട്ടുണ്ടായിരുന്നു. അങ്ങനെ ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം വേണുസാർ തന്നെ ഒരു സർവകലാശാല ആയിരുന്നു. സർവകലാശാല എന്നുള്ളതിൻ്റെ ഒരു പര്യായമായിരുന്നു മാഷുടെ ഈ അതായത് ജീവിതത്തിൽ താൻ എന്താണോ തൻ്റെ ആശയമായി പറയുന്നത് അത് തന്നെയാണ് മാഷുടെ ജീവിതം. എൻ്റെ ജീവിതം തന്നെയാണ് എൻ്റെ സന്ദേശം എന്ന്
പറഞ്ഞത് വേണുസാർ കൂടിയാണെന്ന് മാത്രം പറഞ്ഞുകൊണ്ട് ഞാൻ നിർത്തുന്നു.